وتعليله بما ذكر فيه نظر وتعليله فإنه لا يلزم നേരത്തെ വരിയിലതാ ഫൈന്നഹു ലാ യൽസമൂൻ അതിന് തഅലീൽ പറഞ്ഞത് ബിമാ ദുകിറ ലിഅന്ന ഹുക്മൽ ഇസാഅത്തി ഖദ് ഇർതഫഅ അതിൻ്റെ പിന്നിൽ ഇല്ലത്ത് പറഞ്ഞത് ലിഅന്ന ഹുക്മൽ ഇസാഅത്തി ഇർതഫഅ അത് തീരെ ചേലാകുന്നില്ല പോലും. കുറ്റമില്ല എന്ന് പറഞ്ഞത് സ്വഹീഹ് തന്നെ. ലിഅന്ന ഹുക്മൽ ഇസാഅത്തി ഇർതഫഅ ബിഔദി എന്താണ് കുറ്റമുയർന്നു കുറ്റമുയർന്നു എന്ന് പറഞ്ഞാൽ അവിടെ മുതൽക്കല്ലേ ഉയരല്ലേ. അപ്പൊ ഇതുവരെ കുറ്റം ഉണ്ടായി എന്നല്ലേ വെട്ട്. ലിഅന്നഹു ബിനിയ്യത്തിൽ ഔദി ഇലൈഹി ലിഅന്നഹു ബിനിയ്യത്തിൽ ഔദി ഇലൈഹി ഇതേ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും എന്ന് നീയത്ത് വെച്ച കാരണം കൊണ്ട് ബാന അൻ ലാ ഇസാഅത അസ്ല തീരെ കുറ്റമില്ല ഉണ്ടായിട്ട് ഇവിടം മുതൽക്ക് നീങ്ങി എന്നല്ല കത്ത് കുറ്റമേ ഇല്ല. പിന്നെ ഇത് ഇവിടുന്ന് ഈ ഒരു ഇല്ലത്ത് കിട്ടിയത് ഇല്ലത്ത് വരുന്ന നിലക്കം കൊണ്ടപ്പോ വാങ്ങിയില്ല പോലും. വലഅല്ലഹു ആ പറഞ്ഞ ഇല്ലത്ത് ലിഅന്ന ഹുക്മൽ ഇസാഅത്തി ഖദ് ഇർതഫഅ എന്ന് പറഞ്ഞ ഇല്ലത്ത് മബിനിയുൻ എടുക്കപ്പെട്ടതാകുന്നു അലാ അന്നൽ ഔദ ഫീ മാ യഅതി വരാനിരിക്കുന്ന ഒരു മസല ഉണ്ട്. ഇതേപോലത്തെ ഒരു മസല വരാനുണ്ട്. ആ വരാനിരിക്കുന്ന മസലയിൽ 48 ആ മസല ഉള്ളത്. നാൽപ്പത്തിയെട്ടിൽ ഒരു മസല പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇല്ലത്ത് അവിടെ മുതൽക്ക് കുറ്റം നീങ്ങിന്നാണ്. ഒരു ഖൗല് പറയുന്ന അസ്ല് മുതൽക്കേ നീങ്ങി 48. ഇതിന് തുല്യമായ ഒരു മസല ഉണ്ട് ഇപ്പ 48. ഇതിന് സമാനമായ ഒരു മസല ഉണ്ട്. വൈൻ അഹറമ സുമ്മ ആദ ഫല്ലസഹു അന്നഹു ഇൻ ആദ ഖബല തലബ്ബുസിഹി ബിനുസുകിൻ സഖത അൻഹു ദമൂൻ. അവിടെ അദ്ഹർ പ്രകാരം എന്താ പറഞ്ഞത്? അവിടെ മുതൽക്ക് നീങ്ങിന. സാനി പറയുന്ന അസ്ലിൽ നിന്ന് തന്നെ നീങ്ങി കുറ്റമുണ്ടായതേ ഇല്ല. ഇതെങ്ങനെ ഈ ഇല്ലത്ത് എങ്ങനെ വന്നു പോയത്? ഇല്ലത്ത് താറുമാറായല്ലോ. അത് വലഅല്ലഹു മബ്നിയുൻ ഫീ മാ യഅതി വരാനിരിക്കുന്ന ഒരു മസല ഉണ്ടല്ലോ, അവിടുന്നാണ് ഇവിടുത്തെ മസലയും കിട്ടേണ്ടത്. വരാനിരിക്കുന്ന മസലയിൽ മുഅ്തമദാക്കിയത് അവിടെ മുതൽക്ക് കുറ്റം നീങ്ങി എന്നാണ്. എന്തല്ല അപ്പൊ ഇവർ ഖിയാസാക്കി പോയി. വരാനിരിക്കുന്ന മസലയിൽ യർഫഉൽ ഇസ്മ മിൻ അസ്ലിഹി എന്താണ് അവിടെ നീങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉയരണല്ല. അങ്ങനെയാണ്. ആ ഇല്ലത്ത് ഞമ്മക്കിടെ പറ്റൂല. വല്ലദീ യത്തജിഹു ഖിലാഫുഹു അവിടെയും ഇവിടെയും മുഅ്തമദ് എന്താണ്? ഇതിന്റെ മാറ്റം. പിന്നെന്താ മാറ്റം? ഇസ്മു യലൂല എന്നല്ല, അവിടെ മുതൽക്ക് ഉയർന്നു. ഇബ്തിദാ മുതൽക്കേ ഉയർന്നു എന്നല്ല. കുറ്റമില്ല എന്ന് പറഞ്ഞാൽ കുറ്റം ഉണ്ടായിരുന്നു, ഇവിടെ മുതൽക്ക് നീങ്ങിയെന്നാണ്. അത് കിടന്ന് കിട്ടി. അഖദം മിമ്മാ മറ 265 265 അന്ന ദഫ്നൽ മുസാഖി തുപ്പുനീർ കുഴിച്ചു മൂടൽ ഫിൽ മസ്ജിദ്
പള്ളിയിൽ ഒരാൾ തുപ്പി പോലും അത് മണ്ണിൻ്റെ അടിയിലേക്ക് കുഴിച്ചു മൂടി. എന്നാ ആ കുഴിച്ചു മൂടിയത് മുതൽ എന്തായി? കുറ്റം നീങ്ങി. ഇതുവരെ കുറ്റമുണ്ട്. അൽ മജ്ഊല എങ്ങനെയുള്ള കുഴിച്ചുമൂടല് ആക്കപ്പെട്ടു. കുഴിച്ചുമൂടലിനെ കഫാറത്തല്ലോ തുപ്പിയതിന്റെ ബിന്നസ്സി ഹദീസിന്റെ നസ്സുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയുനാ റസൂലുള്ളാഹി പഠിപ്പിച്ചത് പള്ളിയിൽ തുപ്പൽ കുറ്റമാകുന്നു, അതിൻ്റെ പരിഹാരം അതിനെ കുഴിച്ചുമൂടലാകുന്നു. ടൈൽസ് ഒന്നും ഇടാതെ പള്ളിയാണെങ്കിൽ. നവവി ഇമാം പറയും ടൈൽസ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ മാർബിൾ ഉണ്ട് എന്നെങ്കിൽ കഴുകാൻ തന്നെ വേണം പോലും. മണല് മാത്രമാണെങ്കിൽ എന്താക്കിയാൽ മതി. ആ വകഫാറത്തുഹാ ദഫ്നുഹാ എന്നുണ്ട് ബുഖാരി മുസ്ലിം. വകഫാറത്തുഹാ ദഫ്നുഹാ അവിടുന്ന് എന്താ കിട്ടല്? അതിൽ നിന്ന് കിട്ടുന്നത് ലാ യർഫഉ ഇസ്മഹു മിൻ അസ്ലിഹി, അതുവരെ വിട്ടുകൊണ്ട് ശേഷമില്ല. ബൽ യഖ്തഉ ദവാമഹു വസ്തിംറാറഹു. ഇവിടുന്ന് അങ്ങോട്ട് മുതൽ എന്തായി? ദവാമായി. ഇവിടുന്ന് അങ്ങോട്ട് എന്തായി? ആ അങ്ങനെയാണ് വേണ്ടത്. അല്ലാണ്ട് എന്തെല്ലോ ആയി മാറി, എന്തെല്ലോ ആയി മാറി അവിടെ പറഞ്ഞത്. തഖ്യീദിന് ശക്തി നൽകുന്നു. ഗൈറനാവിൻ അൽ ഔദാ എന്നുണ്ടല്ലോ. ഗൈറനാവിൻ അൽ ഔദാ, ആ കൈത് ആവശ്യമാണ് എന്നങ്ങനെ കിട്ടി. ഗൈറനാവിൻ അൽ ഔദാ, ഔദിനെ കരുതി ഉറപ്പിച്ചിട്ട് വേണമെങ്കിൽ പോയിക്കോ. കരുതാണ്ട് പോയാലാണ് തെറ്റ്. അതിനെ ശക്തിപ്പെടുത്തുന്നു. ഖൗലുഹു യജൂസുൽ ഇഹ്റാമു ബിൽ ഉംറതി മിൻ മക്ക. ഉംറക്ക് മക്കന്റെ അകത്ത് നിന്ന് തന്നെ എന്താക്കാം? ആ ഇദാ അറാദ അൻ യഖ്റുജ ഇലാ അദ്നൽ ഹില്ലീൻ. എന്താ? ഹില്ലിലേക്ക് പോയാൽ മതി. ഇറാൻ കെട്ടിയ ശേഷം ഇല്ലി പോയിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ മതി. ആടെ പോയിട്ട് തന്നെ കെട്ടണമെന്ന് അങ്ങനെ ഉണ്ടാ? ആ അപ്പൊ ഇവിടുന്ന് കരുതി ഉറപ്പിക്കണം. കരുതി ഉറപ്പിക്കാണ്ട് ഇവിടുന്ന് ഇറാൻ കെട്ടിയാൽ ഹറാമിയത്ത് വരും. ഹില്ലിലേക്ക് പോയാലും ഹറാം വരും. അവൻ ഇവിടെ നിന്ന് തന്നെ ഇറാൻ കെട്ടിക്കോളി, നേർത്തിയായി എന്നേ ഉള്ളൂ. അവൻ എവിടത്തേക്ക് പോകാൻ കരുതി ഉറപ്പിക്കണം, എന്നിട്ട് പോകുകയും വേണം. അപ്പോൾ അതേപോലെയായി. അതേപോലെ തന്നെ ഇവിടെ വരുത്ത് എന്താ? ഗൈറനാവിലെ അൽ ഔദാ എന്ന് പറഞ്ഞ സഹീഹ് എന്നല്ലേ? അന്നഹു ബിൽ ഔദി വഅദനിയതിഹി ലാ ഇസാഅത അസ്ലൻ. അപ്പോൾ ഇവിടെ എന്താ താറുമാറായതെന്ന് അറിയാമോ? ഗൈറനാവിൻ അൽ ഔദാ എന്ന് പറഞ്ഞത് ഇവാർത്ത് ശരിയല്ലേ? അങ്ങനെ തന്നെയല്ലേ സത്യം? കാരണം ഒരാൾ ഉംറക്ക് ആഗ്രഹം വെച്ചു മക്കയിൽ നിന്ന്, എന്നാലേ ഹില്ലിലേക്ക് പോണ്ടേ? ഹില്ലിലേക്ക് പോയിട്ട് ആ ഹില്ലിൽ നിന്ന് തന്നെ കെട്ടണം എന്നാണോ? പിന്നെ ഹില്ലിലേക്ക് പോകുമെന്ന് കരുതി ഉറപ്പിച്ചിട്ട് എവിടെ തന്നെ കെട്ടിക്കോളി, എന്നിട്ട് എവിടെ പോയിക്കോളി. ആ എന്നാ രക്ഷപ്പെട്ടില്ലേ? അപ്പോ അമ്മായിദാ ജാവസഹു മുതൽക്ക് പറഞ്ഞതൊക്കെ സഹീഹ് തന്നെയാണ്. മുരീദൻ അൽ ഔദ ഇലൈഹി ഔലാ മിസ്ലി വസാഫത്തി ഖബല തലബുസി ബിനുസ്കിൻ എന്ന് പറഞ്ഞതിൽ യൊറ്റി തകരാറുണ്ടാവും ഇല്ല. തൈലീലാണെന്തല്ലോ ആയിപ്പോയത്. തൈലീലിനെന്തേ? ഔദ് കൊണ്ട് ഇസാത്ത് തീരെ ഇല്ല എന്നാണ്. ഔദ് കൊണ്ട് നിയത്ത് വെച്ചാൽ അന്നഹു ബിൽ ഔദി ബഅദ നിയ്യതിഹി ലാ ഇസാഅത അസ്ലൻ. തൈലീല് വേണ്ടാത്ത തൈലീലായി പോയി. അന്നൽ ഇസാഅത സബതത്ത് സുമ്മർതഫ ഹുക്മുഹാ എന്നാണ് ഇവിടെ തൈലീല് പറഞ്ഞു പോയത്. അത് ശരിയാവോ? അത് ശരിയാവോ? വലോ മുനി അലാമാ യഅതി വഉരീദ മിൻഹു റഫുൽ ഇസ്മി മിൻ അസ്ലിഹി. വരാനിരിക്കുന്ന മസലയെ തകിടം മറിക്കുക. ഇബ്തിദായിൽ നിന്ന് തന്നെ കുറ്റം ഉയർന്നു എന്ന് വെക്കുക. എന്നാൽ എന്താവും?
കാന ലഹു വജ്ഹ്. വജ്ഹുണ്ട്. പക്ഷേ മുത്തജി എന്താണ്? അദമു റഫ്ഇ. അസ്ലിൽ നിന്ന് ഉയരലല്ല. പിന്നെ ഫത്തലഹ ഫത്തല അന്ന തഅലീല ഫാസിദ് വമഫ്ഹൂമുൽ ഖൈദ് സ്വഹീഹ്. വബിഹാദൽ മഫ്ഹൂമി, ഈ മഫ്ഹൂം എടുത്തുകൊണ്ടാണ് അതിനായി സംസാരിച്ചത്. ഈ തഅലീലിൽ അല്പം വളവുണ്ട് എന്നർത്ഥം. തഅലീല് വ്യത്യാസമാക്കേണ്ടതുണ്ട്. ഇവിടെ പറഞ്ഞ മസലി അവിടെ പറഞ്ഞ മസലി ഒന്നും ഒരു മാറ്റം ഒന്നുമില്ല. ലിഅന്ന ഹുക്മൽ ഇശാഅത്തി ഖദ് ഇർതഫഅ എന്ന് പറഞ്ഞിടത്തേ പരാതി ഉള്ളൂ. ക്ലിയർ ആയില്ലേ? അതും തീർന്നു. ഫൈൻ ഖുൽത യുനാഫി മാ തഖററ, ഇത്രയും പറഞ്ഞതിനോട് എതിരായി പോയി. അന്ന നിയതഹു വൽ ഔദ ലാ തുഫീദുഹു റഫ്അൽ ഇസ്മി ഇല്ലാ ഇന്നാദാൻ എന്ന വാക്കിനോട് എതിരായി ഖൗലുഹും, എന്താ എതിരായത്? ഖൗലെതിരായി. ലൗ ദഹബ മിന സ്വഫി ബിനിയ്യത്തി തഹറുഫി അവി തഹയ്യുസി ജാസാ വലാ യൽസമുഹു തഹഖീഖു ഖസ്ദിഹി ബിൽ ഔദീൻ. ഇവിടെ എന്താ ഇപ്പം പറഞ്ഞത്? അന്ന നിയ്യത്തൽ ഔദി, മടങ്ങി വരും എന്ന കരുത്ത്. അതന്നെ മാത്തക്കറിന്റെ ബയാനാണത്. അന്ന നിയ്യത്തൽ ഔദി ലാ തുഫീദുഹു റഫ്അൽ ഇസ്മി ഇല്ലാ ഇന്നാദ, നിയത്ത് വെച്ചാൽ മാത്രം പോരാ, മടങ്ങി വരണം എന്ന് പറഞ്ഞു. അതിനോടെതിരല്ലേ ഖൗലുഹും. 9,243 ഇബാറത്ത് 9,243. യുദ്ധക്കളത്തിൽ ഓടൽ ജായിസല്ലേ, നല്ല സൗകര്യമുള്ള സ്ഥലം പിടിക്കാൻ വേണ്ടിയിട്ട്. തഹയ്യുസ് അതുപോലെ രണ്ടെണ്ണം പറഞ്ഞിട്ടില്ലേ? തഹറുഫ്, തഹയ്യുസ്. സഫിൽ നിന്ന് കീഞ്ഞ് ഓടൽ ഹറാമാണ്, തഹറുഫിന് വേണ്ടി ഒഴികെ, തഹയ്യുസിന് വേണ്ടി ഒഴികെ. രണ്ട് മസല അവിടെ സ്ഥാപിച്ചിട്ടില്ലേ? അവിടെ നിയത്ത് വെച്ചിട്ട് ഞമ്മ തിരിച്ചു വരും, ഇന്ന് നിയത്ത് വെച്ചിട്ട് പോകണം പോലും. തഹറുഫ് എന്ന് പറഞ്ഞാൽ സ്ഥലത്തിന്റെ ഗുണമേന്മ. തഹറുഫ്, കുണ്ടും കുഴിയുമുണ്ട്, ഇവിടെ നിന്ന് അക്രമം നടന്നാൽ കുണ്ടിലേക്ക് തള്ളിയിട്ട് കളയും, അല്ലെങ്കിൽ വെയിലുണ്ട്, തണുപ്പുണ്ട്, ചൂടുണ്ട്. സ്ഥലത്തിന്റെ ഗുണമേന്മക്ക് വേണ്ടിയിട്ട് ഓടിക്കൂടെ? അപ്പൊ ഓടി 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 അവിടത്തേക്ക് ശത്രുക്കളും വരും, എന്നിട്ട് അവിടുന്ന് പോരാടല്. മുത്തഹയ്യിസ് എന്ന് പറഞ്ഞാലോ മുസ്ലിം സംഘത്തെ കിട്ടാൻ വേണ്ടിയിട്ട് കൂട്ടുകാരെ കിട്ടലാണ് തഹയ്യൂസ്. അതിനു വേണ്ടി യുദ്ധത്തിന്റെ മധ്യത്തിൽ ഓടിക്കൂടെ? ഓടുമ്പോൾ ആരും പിന്നാലെ ഓടും. അപ്പോൾ അവിടെ മുസ്ലിം സംഘം സംഘടിച്ച് നിൽക്കുന്നുണ്ട്, നമുക്ക് ബലം കിട്ടും. ഈ രണ്ടാവശ്യത്തിന് ഓടൽ ജായിസല്ലേ? അന്നേരം എന്താ ഷർത്ത് ഓടൽ ജായിസാകാൻ? ഞാൻ തിരിച്ചു വരും, അല്ല തഹറുഫിന് വേണ്ടി ഓടുന്നു, തഹയ്യുസിന് വേണ്ടി ഓടുന്നു, ഞാൻ പിന്നീട് തിരിച്ചു വരും എന്നല്ലേ? എന്നിട്ടോ വലാ യൽസമുഹു തഹഖീഖു ഖസ്ദി ബിൽ ഔദീൻ, ഓ കരുതിയത് നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ആക്കിക്കോ, ഇല്ലെങ്കിൽ വേണ്ട പോലും. അതാരും നിങ്ങളെ കാത്തു നിൽക്കുന്നൊന്നുമില്ല. ഇങ്ങനെ ഒരാൾ പോയിനല്ലോ തഹയ്യുസിന്, എന്താ വരാത്തത് എന്ന് പറഞ്ഞ് നിങ്ങളെ കാത്തിരിക്കുന്നൊന്നുമില്ല. നിങ്ങൾക്ക് പറ്റിയെങ്കിൽ വന്ന വേണ്ടെങ്കിൽ വരണ്ട. അവിടുന്ന് അതും ഇത് വെക്കുന്നില്ലല്ലോ അന്നേരം. ഇവിടെ എന്താ പറഞ്ഞേ? അല്ലേ? ഔദ് വേണം, ഔദും കൂടി ഉണ്ടെങ്കിലല്ലേ കുറ്റം പോകുന്നുള്ളൂ. അവിടെ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. എന്താ വ്യത്യാസം? വ്യത്യാസം പറയപ്പെടും. യുദ്ധത്തിന്റെ അടുത്ത് തഹറുഫിന് വേണ്ടി ഓടുന്നു, തഹയ്യുസിന് വേണ്ടി ഓടുന്നു, സ്ഥലത്തിന്റെ സൗകര്യത്തിന് വേണ്ടി ഓടുന്നു, ആൾബലം കിട്ടാൻ വേണ്ടി ഓടുന്നു എന്ന് നിയത്ത് വെച്ചപ്പോൾ ഹറാമാക്കാനുള്ള കാരണം നീങ്ങി. ഇവിടെയുള്ള ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ഓടുന്നു, എന്താ ഹറാം, അത് നീങ്ങി. ഇൻസിറാഫിനുള്ള ഹറാമിയത്ത് നീങ്ങി. എന്താ ഹറാമിയത്ത്? മീൻ കസിരി ഖുലൂബി അഹ്ലി സഫി,
ആ മുഹറമായ മയന എന്ത്? മുഹരിം. മുഹരിമായ മയന, ഇൻസിറാഫിനെ ഹറാമാക്കുന്ന മയന എന്താണത്? അത് സഫിലുള്ളവരുടെ ഹൃദയം പൊട്ടിക്കൽ, അത് ഖിദ്ലാനിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളെ തളർത്തൽ, ഇവിടെയുള്ള മുസ്ലിമീങ്ങളെ തളർത്തൽ. ഇവരുടെ ഓട്ടം കാണുമ്പോൾ ആര് തളരും? അവരോട് പറഞ്ഞ് ഞങ്ങൾ മുസ്ലിം സംഘത്തെ പിടിക്കാൻ വേണ്ടിയാണ്, ഒന്നിച്ച് കിട്ടാൻ വേണ്ടിയാണ് ഓടുന്നത്, അല്ലെങ്കിൽ സ്ഥലവിധാനം നന്നാകാൻ വേണ്ടി ഓടുന്നു എന്ന് അറിയലോടുകൂടി ഇവർക്ക് സമാധാനമില്ലേ? തിരിച്ചു വന്നിട്ട് വേണം പരിഹരിക്കാൻ. തിരിച്ചു വരണമെന്നുണ്ടാ? ഇല്ല. അതുകൊണ്ട് എന്താവശ്യമില്ല? ഇവിടെയോ മുജാവദത്തിന്റെ മുഹരിം എന്താ? അവന്റെ ഹജ്ജ് ഉംറ നാഖിസായ ഇഹ്റാമിലായിപ്പോയി, ശരിയായ സ്റ്റേഷനിൽ നിന്നല്ല കെട്ടിയത് എന്ന ന്യൂനത മൗജൂദുൻ. തിരിച്ചു വരും എന്ന് ഇവിടെ നിന്ന് കരുതി ഉറപ്പിച്ചാലും ആ ന്യൂനത അങ്ങനെ തന്നെ ഉണ്ടല്ലോ. തിരിച്ചു വരെ തന്നെ വേണ്ടേ? അവൻ നടപ്പിലാക്കൽ അത്യാവശ്യമായി ലിമാനവാഹു യാതൊരു ഉദരവും തന്നെ ഇല്ലെങ്കിൽ ഇവിടത്തേക്ക് തന്നെ വരണം. വൈല്ല വന്നില്ല എങ്കിൽ കുറ്റം കുറ്റമായിട്ട് തന്നെ അവിടെ തന്നെ തൂങ്ങിക്കിടക്കും. മഹാരജ പുറത്തു പോയി കൗലിന 43 നമ്മൾ പറഞ്ഞിട്ടില്ലേ, ഒരാള് ഒരു സ്ഥലത്ത് നിന്ന് വരുന്ന മുമ്പിൽ തന്നെ എന്ത് പെട്ടു? മീഖാത്ത്. പക്ഷെ അവൻ വലത്തോട്ട് തിരിഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇടത്തോട്ട് തിരിഞ്ഞുകൊണ്ട് ഇലാ ജിഹത്തിൽ ഹറമി എന്ന് നേരത്തെ കൈത് പറഞ്ഞു. അത് തന്നെ ഖൈറനാമിന്നും പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് രണ്ടിന്റെയും മുഹ്തറസ് 45-ാം പേജിൽ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടില്ലേ? അതാ ഇപ്പം പറയാൻ പോകുന്നു. മഖറജ ബിഖൗലിന 43 നമ്മൾ പറഞ്ഞില്ലേ, ഇലാ ജിഹത്തിൽ ഹറമീൻ. ആ ഖൈദ് കൊണ്ട് പുറത്തു പോയി. നേരെ മുമ്പിൽ എന്ത് കിട്ടി? മീഖാത്ത്. ഓന് ശരിയായിട്ട് റൈറ്റ് ഹാൻഡ് തിരിഞ്ഞു, അല്ലെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ്. ഓനിക്ക് എവിടെയല്ലോ പോകാനുണ്ട് പോലും. അവിടെയെല്ലാം പോയി ചുറ്റി തിരിഞ്ഞ് പിന്നീട് ഏതെങ്കിലും കാലത്ത് കടത്തും പോലും. എന്നാലോ ഡയറക്റ്റ് ഈ മീഖാത്ത് ഭേദിച്ചുകൊണ്ട് മീഖാത്തിന്റെ എങ്ങനെ പോയതല്ല, നേരെ തന്നെ പോയതല്ല. ഉദാഹരണം പറഞ്ഞാൽ മദീനയിൽ നിന്ന് വരുന്നു ദുൽഹുലൈഫ ഇവന് കിട്ടിയല്ലോ, ഇടഭാഗത്ത് ദുൽഹുലൈഫ കിട്ടി. നേരെ തന്നെ മൂക്കിന്റെ നേരെ പോയാൽ മക്കയാ കിട്ടല് 430 കിലോമീറ്റർ. വലത്തോട്ടും ഇടത്തോട്ടും റോഡുണ്ട്, വേറെ ഏതെല്ലോ നാട്ടിലേക്ക് എത്തും. അവിടത്തേക്കാവാൻ പോയത്. ഫലഹു അയ്യോഹിറ ഇഹ്റാമോ, ഇപ്പോഴേ ഇഹ്റാം കെട്ടി വാരി കെട്ടുന്നെന്തി? മീഖാത്തിന്റെ അതേ ജിയത്തിലല്ലല്ലോ, ഹറമിന്റെ ജിയത്തിലല്ലല്ലോ ഓൻ സഞ്ചരിച്ചത്. അല്ല, ഒടിഞ്ഞു പോയില്ലേ? പക്ഷേ ലാക്കിൻ ബി ഷർത്തി അയ്യോഹിരിമ, ഏത് കാലത്തായാലും വേണ്ടിയിട്ടില്ല, ഇതിലൂടെ പോയത് കൊണ്ട് അവൻ ഇഹ്റാം കെട്ടുമ്പോൾ ശ്രദ്ധിക്കണം. അടത്തിയിട്ട് വേണമെങ്കിൽ ഇഹ്റാം കെട്ടാമെന്നല്ലല്ലോ കരുതിയത്. ഹജ്ജോ ഉംറയോ നിയത്ത് വെച്ച ആളല്ലേ. അപ്പോ ഓൻ ഏത് കാലത്തായാലും ഇഹ്റാം കെട്ടുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? മിൻ മഹല്ലിൻ മസാഫത്തുഹു ഇലാ മക്ക മിസ്ല മസാഫത്തി ദാലിക അൽ മീഖാത്തീൻ. ഈ കണ്ട മീഖാത്തിൽ നിന്ന് മക്കയിലേക്കുള്ള അത്ര തന്നെ ദൂരം എവിടെ കിട്ടണം? ഓൻ കെട്ടുന്ന മീഖാത്തിൽ നിന്ന് അടുത്തേക്ക് കിട്ടണം. അതിനേക്കാൾ അധികം കിട്ടിയാലും പറ്റൂലേ, കുറയരുത്. കമാഖാലഹുൽ മാവർദി, അത് മീഖാത്ത് ആവണമെന്നുണ്ടാ. മിൻ മഹല്ലിൻ മസാഫത്തുഹു, ഒരു മഹല്ലിൽ നിന്ന്, ആ മഹല്ലിൽ നിന്ന്
മക്കയിലേക്ക്. ഒരു മീഖാത്തിൽ നിന്ന് എന്നല്ല, മീഖാത്താകണമെന്നൊന്നുമില്ല, ഇല്ല. ഒരു സ്ഥലത്ത് നിന്ന്, അവിടെ നിന്ന് മക്കയിലേക്കുള്ള ഡിസ്റ്റൻസ് മിസ്ലു മസാഫത്തി ദാലിക്കൽ മീഖാത്ത്, ഈ കണ്ടുമുട്ടിയ മീഖാത്തിൽ നിന്ന് മക്കയിലേക്ക് അത്ര തന്നെ വേണം. അതിലൊന്നും കുറയരുത്, ഒന്നും കുറയാൻ പാടില്ല. മാവറതി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, മറ്റുള്ളവർ തീർത്ത് പറഞ്ഞിട്ടുണ്ട്, തീർത്ത് കണക്ക് കഴിച്ചിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? കുറച്ചുകൂടാവൂലേ? വബിഹിയുലമു, ഇതുകൊണ്ട് അറിയപ്പെട്ടു, അന്നൽ ജാഇയ മിനൽ യമനി, യമനിൽ നിന്ന് വരുന്നവൻ, ഫിൽ ബഹരി, കടലിലൂടെ യമനിൽ നിന്ന് വരുന്നു മക്കയിലേക്ക് കപ്പലിൽ, ലഹു അൻ യുഅഖിറ ഇഹ്റാമഹു മിൻ മുഹാദാത്തി യലംലം, ആദ്യം കിട്ടുന്നത് യലംലമിന്റെ മുഹാദാത്ത് ഭംഗിയിൽ കിട്ടും. ഇല ജിദ്ദ, എത്ര വരെ ബന്ധിക്കാം? ജിദ്ദ വരെ ബന്ധിക്കാം. എന്താ കാരണം പോലും? ലിയന്ന മസാഫതഹാ ഇലാ മക്ക, ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള ദൂരവും കമസാഫതി യലംലം, യലംലമിൽ നിന്ന് മക്കയിലേക്കുള്ള ദൂരം സമമാണ്. കമാ സറഹു ബിഹി, അങ്ങനെയാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. ആ ഇല്ലത്ത് ശരിയാണെങ്കിൽ ജിദ്ദ വരെ ബന്ധിക്കാം. കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ യലംലം കിട്ടൂല, യലംലമിന്റെ മഹാദാത്ത് കിട്ടും. അത് എടുക്കണമെന്നില്ല, ജിദ്ദ വരെ ബന്ധിക്കാം. ജിദ്ദയിൽ നിന്ന് കെട്ടിയാലും യലംലമിന്റെ മഹാദാത്തിൽ നിന്ന് കെട്ടിയാലും ഒരേ ദൂരം കിട്ടുന്നുണ്ട്, ഒന്നും കുറയുന്നില്ല. അതുകൊണ്ട് പോകുന്നിടത്തെല്ലാം പോയിക്കോ. എന്താ കാരണം പോലും? ഇല്ലത്താ നോക്ക്, ദൂരം ബിഖിലാഫിൽ ജായി. ഈ മസ്അല ബാത്തിലും മർദൂദുൻ അൽഫമറ, പണ്ഡിതന്മാർ മുഴുവനും ആഞ്ഞടിച്ച് ഇബ്നു ഹജർ ഹൈതമിയെ എതിർക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? എല്ലാ പണ്ഡിതന്മാരും ഇത് ലിയന്ന മസാഫതഹ ഇലാ മക്ക കമസാഫതി യലംലമ കമാ സറഹു ബിഹി എന്ന് പറഞ്ഞില്ലേ? ആ ഇല്ലത്തിൽ വഞ്ചിക്കപ്പെട്ടു പോയതാണ് ഇവർ. ഒരിക്കലും ഒരാളും ഇതിനനുകൂലിക്കുന്നില്ല. അന്ന് ഇബ്നു ഹജർ നമ്മളുടെ മുമ്പിലുണ്ടെങ്കിൽ ഞാൻ തന്നെ തിരുത്തുമായിരുന്നു എന്നാണ് ഓരോരുത്തരും പറയുന്നു. ഇല്ലത്തിൽ പിഴവ് വന്നു പോയതാണ്. ഏത്? എന്നെ മസാഫത്തഹ ഇലാ മക്ക കുറവാ വരുന്നത്. ജിദ്ദയിൽ നിന്ന് 70% കിട്ടുന്നുള്ളൂ. ഈ യലംലമിന്റെ മഹാദാത്തിൽ നിന്ന് കിട്ടുന്നതിനേക്കാണ് 70% കിട്ടുന്നുള്ളൂ എന്ന് സത്യസന്ധമായിട്ട് നൂല് പിടിച്ചിട്ട് അളവ് തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഫത്ഹുൽ മുഈനിൽ പറഞ്ഞത്, ശൈഖുന പറഞ്ഞത് നിങ്ങൾ കാത്തു സൂക്ഷിക്കുകയെന്ന്. 211 212 ഫത്ഹുൽ മുഈൻ. ഫത്ഹുൽ മുഈനിലതാ എന്താണ്? ഏറാൻ കെട്ടണം കടലിലൂടെ യമനിൽ നിന്ന് വരുന്നവൻ ശീബുൽ മുഹറം, ശീബുൽ മുഹറം എന്ന സ്ഥലത്ത് നിന്ന് കെട്ടിക്കൊള്ളണം. അല്ലദീ യുഹാദി യലംലം, അവിടെ എന്താണ്? അവിടെ മീഖാത്തുണ്ടോ? ഇല്ല. യലംലമിന്റെ മുഹാദാത്ത് കിട്ടും, ശീബുൽ മുഹറം. അല്ലാതെ വലാ യജൂസു ലഹു തഖീറു ഇഹ്റാമിഹി ഇലൽ വുസൂലി ഇലാ ജിദ്ദ, ഇവിടെ വരെ ബന്ധിച്ചുകൂടാ. ജിദ്ദ വരെ എന്തുകൊണ്ട് ബന്ധിച്ചുകൂടാ? ജിദ്ദ മുതൽക്ക് മക്കയിലേക്കുള്ള ദൂരവും ഈ ഷേബ് എന്ന് പറഞ്ഞില്ലേ, ആ ഷേബിൽ നിന്ന് മക്കയിലേക്കുള്ള ദൂരവും ഒരുപോലെയല്ല. ഇത് 100 ആണെങ്കിൽ അത് 70 കിട്ടുന്നുള്ളൂ. കുറേ ഷോർട്ട് ഉണ്ട്. അതുകൊണ്ട് മനുഷ്യ എത്ര വരെ ബന്ധിക്കല്ല. പിന്നെ അവിടെ തന്നെ കെട്ടണം. യലംലമിന്റെ മഹാദാത്താകുന്ന ഷീബിൽ നിന്ന് തന്നെ എന്താക്കണം? ശൈഖുന പറഞ്ഞതിന് മാറ്റമായിട്ട് ശൈഖുന കബളിപ്പിക്കപ്പെട്ടു പോയി പോലും ഇതുവരെ ബന്ധിക്കാമെന്നതിന്. ശൈഖുന ഇല്ലത്ത് പറഞ്ഞത് ബിഅന്ന മസാഫതഹ ഇലാ മക്ക കമസാഫതി യലംലം ഇലൈഹാ,
ആ ഇല്ലത്ത് പരിശോധിച്ചുകൊണ്ടാണ് എടുക്കേണ്ടത്. ശൈഖുനാന്റെ ഇബാറത്ത് ആദ്യം പറഞ്ഞത് ശരിയല്ലേ? ഈ ഇല്ലത്ത് ശരിയായിരുന്നു നോക്കുമ്പോഴേക്ക് മക്ക മദീന അറിയാത്തവരല്ലല്ലോ ഇത്. ഹക്കായ രൂപത്തിലുള്ള അളവാ പറയും. ശൈഖുനായെ പിന്താങ്ങാൻ വേണ്ടി പലരും ശ്രമിച്ചു നോക്കി, പാളിപ്പോയി. അകത്തുണ്ട് ആ മസല മുഴുവൻ. 211 212 ഇവിടെ കൂട്ടിക്കൊടുക്കേണ്ടത്. ഈ സ്ഥലത്തെ പറ്റിയാണ് ശൈഖുനാക്ക് പാളിപ്പോയി എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ മസല ശരിയാണ്. ബിഖിലാഫിൽ ജായി ഫീഹി, കടലിൽ കൂടി വരുന്നു മിസ്ര ലൈസ ലഹു അൻ യുഅഖിറ ഇഹ്റാമഹു മുഹാദാത്തിൽ ജുഹ്ഫ. ജുഹ്ഫന്റെ മുഹാദാത്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്തിച്ചോ. ലിഅന്ന കുല്ല മഹല്ലിൻ മിനൽ ബഹരി ബഅദൽ ജുഹ്ഫ, ജുഹ്ഫയ്ക്ക് ശേഷം കിട്ടുന്ന ഏത് സ്റ്റേഷനും അഖ്റബു ഇലാ മക്ക മിൻഹാ, ദൂരം കുറവാണ്. ഇതേ ദൂരം കുറവ് വരുന്നത് കൊണ്ട് എന്താക്കണം, ജുഹ്ഫന്റെ മുഹാദാത്തിൽ നിന്ന് കെട്ടിക്കോളി, ഇനി പിന്തിച്ചാലാവൂല. അപ്പൊ ഈ ഇല്ലത്ത് നോക്കുമ്പോ ജിദ്ദയിൽ നിന്ന് മക്കയിലേക്ക് കുറവാ കിട്ടുന്നു. യലംലമിൽ നിന്ന് കിട്ടുക എത്ര കിട്ടുന്നില്ല, 2 മറയിലെ കിട്ടുന്നുണ്ട്. അത് കിട്ടിയാൽ മതിയാവോ? പിന്നെ അത് കിട്ടുന്നില്ല. അത് ബിഖിലാഫി എന്ന് പറഞ്ഞത്. ചില ആൾക്കാർ ഈജിപ്തിൽ നിന്ന് കടലിലൂടെ പോകുമ്പം ജുഹ്ഫന്റെ മുഹാദാത്ത് കിട്ടിയാലും പിന്തിക്കും പോലും കുറച്ച് അങ്ങോട്ട് നിന്ന് കെട്ടാന്ന് പറ്റോ. അന്ന മിസ്ല മസാഫത്തിൽ മീഖാത്തി, ഇതേ മീഖാത്തിന്റെ ദൂരം കിട്ടുമെങ്കിൽ യുജ്സിയൽ ഔദു ഇലൈഹ, അവിടത്തേക്ക് മടങ്ങിയാലും മതി. ഇവിടത്തേക്ക് മടങ്ങിയാലാ ഞാൻ പറഞ്ഞോ. ഈ സ്റ്റേഷന് ഈ ബിൽഡിങ്ങിന് എന്താ പ്രത്യേകത ഉണ്ടാ? വൈന്നം തക്കുൻ മീഖാത്തൻ, എന്താകേണ്ട ആവശ്യമില്ല. പിന്നെ നാടായാ മതി, മഹല്ലെന്നല്ലേ പറഞ്ഞത്. ലാക്കിൻ പക്ഷേ അബ്ബറജമ്മു മുത്തഖദ്ദിമൂന, ഫഹമക്കാർ പറയുന്നത് ഒരു ദുശാഠ്യം പിടിക്കുന്നു, അതൊന്നും പറ്റൂല. പിന്നെന്താ വേണ്ടി ഇത്ര ദൂരം ആവുകയും വേണം, പിന്നെ ദൂരമാകണം പോലും. മുഹിനി ചെറവൻ മന്നജലിനെ ബാധിക്കുന്നു. ഫഹമക്കാർ എന്ന് പറഞ്ഞത് മുഹിനിയും ചെറവൽ മന്നജും അല്ല, ഇവർക്ക് ഒത്തുകൊണ്ട് മുത്തഖദ്ദിമീങ്ങൾക്ക് ഒത്തുകൊണ്ട് മുഹിനിയും ചെറവൽ മന്നജും ചാഠ്യം പിടിച്ചു. എന്ത് ആ വേറെ മീഖാത്തായും വേണം, ഇത്ര ദൂരം കിട്ടിയും വേണം. പക്ഷേ വല്ലതീയത്തജിഹു അല്ലവൽ, നേരായ വാക്കെന്താണ്? മതി. എന്തേ ഇതലീൽ തഅബീരി ബഅദൽ അസ്ഹാബി, എത്രയോ പണ്ഡിതന്മാർ എങ്ങനെ ഈ വാർത്തിട്ടിട്ടുണ്ട്, എങ്ങനെ ഇട്ടിട്ടുണ്ട്? ആ മിൻ മഹല്ലിൻ ആഖറ എന്നാണ്, വലം യബ്ർ ബിമീഖാത്തിൻ ആഖറ എന്നല്ല. അപ്പൊ കിട്ടിയില്ലേ? വഫിൽ ഖാദിമി, ദർകശിയുടെ ഖാദിം എന്ന കിതാബിലുണ്ട് ഫീമൻ ഒരുത്തന്റെ കാര്യത്തിൽ എന്താണ് മീഖാതുഹു അലാ മർഹലതൈനി മിൻ മക്ക, അവന്റെ ദൂരം എത്രയാണ് മക്കയിൽ നിന്ന്, മീഖാത്തിൽ നിന്ന് മക്കയിലേക്ക്? ഫസലക തരീഖൻ ലാ മീഖാത ലഹ വജാബസ മുസിയൻ വഖദറ അലൽ ഔദി ഇലാ മീഖാത്തി. പറഞ്ഞ് മനസ്സിലാക്കണം. ഫീമൻ മീഖാതുഹു അലാ മർഹലതൈനി, അവന്റെ മീഖാത്ത് 2 മർഹലയാണ് മക്കയിൽ നിന്ന്. വേണ്ടത്ര ഉണ്ട്, 2 മർഹല. ഓൻ കയറി വന്നത് ഒരു തരീഖിലാണ്. ആ തരീഖിൽ എന്തില്ല? അങ്ങനെ അവൻ മുസിയായി കൊണ്ട് വിട്ട് കടന്ന് ദൂരം കണക്കാക്കി ഏറാൻ കെട്ടണ്ടേ? കെട്ടിയ വഖദറ അലൽ ഔദി ഇലാ മീഖാത്തി. ഫഹൽ യുജ്സിയുഹു അൽ ഔദു ലി മർഹലതൈനി, മീഖാത്തിലേക്ക് തന്നെ വരണ അല്ല 2 മർഹല മടങ്ങിയാൽ മതിയാ? ലം അറ ഫീഹി നസ്സൻ വൽ വജ്ഹു അൽ ഇക്തിഫാഉ ബി അഹദിഹിമാ, ഒന്നുകിൽ മീഖാത്തിലേക്ക് തന്നെ മടങ്ങി വന്നോ, ഏതും മതി, നിങ്ങളുടെ ഇഷ്ടമാണ്. ശരിയല്ലേ?